നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. എന്നാലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ട്. ചെന്ന് പറ വരാ മനസ്സിലെന്ന്. എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന സംശയമൊന്നുമില്ലല്ലേ? എന്റെ ജോസേട്ടാ, ഞങ്ങൾ ആദ്യം ഇത് തന്നെ വിചാരിച്ചിരുന്നത്. ജോർജ് കുട്ടി അതിവിദഗ്ധമായിട്ട് എല്ലാവരും കണ്ണി പൊടിയിട്ടതാണ്. ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതിലും ഭേദം പാണ്ടിലോർക്ക് മുമ്പിൽ ചാടുന്നതല്ലേ നല്ലത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നീ അവിടെ വീട്ടിൽ എന്താ കാണിച്ചു കൂട്ടിയത്? എന്താ ഞാൻ നന്നായിട്ട് അഭിനയിക്കണില്ലേ? പിന്നെ ഇക്കാര്യത്തിൽ മാത്രമുണ്ട്. സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. പാടത്ത് പണി വരമ്പത്ത് കൂലി, അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. ഈ കുരിശളി മിക്കവാറും നമ്മളെ പൊളിച്ചടുക്കും. തലക്കെട്ട് വായിച്ചില്ലല്ലോ, അപ്പോഴേക്ക് മേടിച്ചോ? താഴോട്ട് വായിച്ചില്ലല്ലോ. കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അല്ലാതെ ആർമികളുടെയും PR ടീമുകളുടെയും വാക്കുകൾ കേട്ട് ചെയ് വിളിക്കരുത്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. എന്തൊരു തലവേദന! രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്. അച്ചാളം ഭാഷികളെയും PR രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത്. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. ലൈഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം. അലസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കാകും കിട്ടുക. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നു അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നു. ലാലേട്ടൻ തകർത്തുണ്ട്. ഇത്